ഓസ്ട്രേലിയയിലെ ഒരു സായിപ്പിനെ ഞാൻ കാണിച്ചു തരട്ടെ. സുമ വീട്ടില് നല്ല കുടുംബിനിയാന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് മാനത്ത് കാക്കയെ പറത്തണ്ടേ? മാനത്ത് പറയണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ ക്രൂരൻ കാക്ക ചോദിക്കും. അയ്യോ എന്നെ പറഞ്ഞോട്ടോ കരിമീൻ കന്യകാണ്. എനിക്ക് തരുമോ ഒരെണ്ണം? മുട്ടായി രൂപത്തിൽ കൊണ്ടുനടക്കുന്ന കല്യാണമാണ്. തങ്കു എന്താ കഴിക്കണേ? ഞാൻ ഏഷ്യനെറ്റ് യൂട്യൂബ് എടുത്ത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ്. അയ്യോ തുടങ്ങി ഷോ തുടങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബാക്കിന് ശബ്ദം ഉണ്ടാക്കോ? ഈ കൂവൽ നിങ്ങൾ കേൾക്കുന്നത് നാട്ടിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല. ഇറ്റ്സ് ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഒരു സായിപ്പിനെ ഞാൻ കാണിച്ചു തരട്ടെ. ഗൈസ്, അങ്ങനെ ഞങ്ങള് എത്ര മണിക്കൂർ ഫ്ലൈ? ഒരു 13 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുകയാണ്. 3 ഷോ ഉണ്ട് കേട്ടോ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് പുട്ടും കടലയും കഴിക്കണ ഒരാളെ കാണിച്ചു തരട്ടെ. പുട്ടു സുമേഷ്. അപ്പൊ ഞാൻ നമ്മുടെ ടീം എന്ന് പറയുന്നത് എന്താ പറയാ, 5 പേരടങ്ങുന്ന ടീമാണ്. അപ്പൊ ഇതില് നമ്മുടെ തങ്കു ഉണ്ട്, നമ്മുടെ സുമയുണ്ട്, ഇപ്പുറത്ത് ഒരു വള്ളി കൂടി ഇട്ട സുമി ചേച്ചി ഉണ്ട്, ഓർമ്മയില്ലേ നമ്മുടെ സിംഗന്മൻ. അപ്പൊ പിന്നെ നമ്മുടെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കേട്ടോ ഷിനോ, ഒരു എന്താ പറയാ ഗംഭീര പെർഫോമർ ആണ്. പിന്നെ നമ്മുടെ മാനത്ത് പറക്കണ കാക്ക. ഒരു മിനിറ്റ്, പഴം ശരി കേട്ടോ, ഞാൻ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് തരാം. എന്താ ബനാന അല്ലെ യൂട്യൂബ് ചാനലില്. പുള്ളിയുടെ പേരും സോറി പുള്ളിയുടെ ബാൻഡിന്റെ പേരും പുള്ളിയുടെ ബാൻഡിന്റെ പേരും ബനാന. ശരി, പിന്നെ നമ്മുടെ സുധീരേട്ടനുണ്ട്, മാനത്ത് പറക്കണ കാക്ക. സുധീരേട്ടൻ എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ബാറ്റബില് നീരാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ സുധീർ പറവൂരുണ്ട്. അപ്പൊ ഞങ്ങൾ 1 2 3 4 5 പേരും കൂടിയാണ് ഈ ഓസ്ട്രേലിയൻ പര്യടനം. അപ്പോ പിന്നൊരു കാര്യം, തങ്കുവിന്റെ കാൽ എന്ത് പറ്റിയതാ? തങ്കു വീണതാ? അതോ വീഴ്ത്തിയതാ ആരെങ്കിലും? ശരിക്കോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലയിലാണ് കേട്ടോ നമ്മൾ താമസിക്കണേ. ഇവിടെ നമ്മളിപ്പോ മെൽബണിലാണുള്ളത്. ചാവി അവിടെ ഒരു റിമോട്ട് അങ്ങനെ എന്തൊക്കെയാണ്. അതെ, തുറക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ. വീട്ടിൽ വെച്ചിരിക്കുന്നു. ശരി, വിതിരയിലല്ലേ? ഞാൻ വന്നിരുന്നല്ലോ വീട്ടില്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പൂട്ട് കണ്ടിരുന്നു. ഓക്കേ, അപ്പൊ ഞങ്ങളിത് പോവാണ് ഗൈസ്. സൗണ്ട് ചെക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കറങ്ങാൻ പോണം. പുറത്തത്തെ ആംബിയൻസ് ഒക്കെ എന്തൊരു ഭംഗിയാ നോക്കൂ. നിങ്ങളെയും കൂടെ കാണിക്കാലോ. ഹായ്. യെസ്. അപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം എന്തോ അത്യാവശ്യം ഒരു സണ്ണി ഡേ ആണ്. പക്ഷെ ഭയങ്കര തണുപ്പാ, ജാക്കറ്റ് ഇടാണ്ട് പറ്റില്ല. ഞാൻ ഈ ഡ്രസ്സും ലുക്കൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാ ക്ലിയർ ആവുണ്ടോന്ന് എനിക്കറിയില്ല. റൂം കംപ്ലീറ്റ് പേടിയാവും, അത് വേറെ നോക്കണ്ട. ബൈ. സുമ വീട്ടില് നല്ല കുടുംബിനിയാന്ന് തോന്നുന്നു. ഇതാണ് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്ക് കഴുകി വെക്കേണ്ടി വരും. ഭാര്യ എന്തൊക്കെ ജോലികളെ കാലത്ത് വരാറ്? ചമ്മന്തിക്കുള്ള രാവിലെ പണിയുണ്ട്, പിന്നെ മുട്ട പിന്നെ ഞാൻ സത്യം പറയട്ടെ, വെറുതെ വീഡിയോന് വേണ്ടി അഭിനയിക്കാൻ കേട്ടോ. ഭക്ഷണം കഴിച്ച മൊബൈലുമായിട്ട് നിൽക്കുന്ന ഹലോ, ഞാൻ ബുദ്ധിക്ക് എന്ത് ചെയ്തെന്ന് അറിയോ? ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് കഴിച്ചേ. അതാകുമ്പോ കഴുകണ്ടല്ലോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും കല്ലേറ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇതാ ഇവിടെ ഓസ്ട്രേലിയയിലാണ്, മെൽബണിലാണ്. ഏതൊക്കെയോ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏയ് മിസ്റ്റർ സുമ, തങ്കു എവിടെ?
ഒരു ദാസേട്ടൻ, ഒരു കുട്ടി ദാസേട്ടൻ. ആ ഏതൊക്കെ ഒരു പാട്ടെന്നാ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഹരിമുരളിയിലോ, ഞാൻ പ്രമോദമല്ല. എന്നിട്ട് ഞങ്ങളെ മെൽബണിലെ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ കാണുകട്ടെ. ഞാൻ ഗംഗെ. പക്ഷെ ഇതൊന്നുമല്ല, ഇതൊക്കെ കേട്ട് പുച്ഛിച്ചൊരു ഒറിജിനൽ സിംഗർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചാമ്പ്യൻ. സുമ ചേച്ചി. യെസ്. ഷിനോ. യെസ്. പുള്ളിക്ക് ഓർഗൻ പ്ലേ ചെയ്യണോ അതോ പാട്ട് പാടണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ്. ഡിസ്കോ രവി. ഹേയ് കേശു മാമ, സുഖാണോ? സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് മാനത്തെ കാക്കയെ പറത്തണ്ടേ? മാനത്ത് പറയുന്ന കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ ക്രൂരൻ കാക്കി ചോദിക്കും. അപ്പൊ ഞാൻ ക്ലിഞ്ഞോ എന്ന് ഞാൻ പറയും. ശരി, ബാക്കിയുള്ള സ്റ്റേജിൽ പോയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണത്. എങ്ങനെ വരുന്നുള്ളത് വഴിയേ പറയാം. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. തങ്കു സോസർ ഇട്ടിട്ടില്ല. സോസർ കൈ പിടിച്ചുകൊണ്ട്. ശരി, എന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ദിസ് ഇസ് ഫ്രം വെസ്റ്റേൺ ലേഡി. ഓക്കെ, ഇവരാരും ഡ്രസ് ചെയ്തിട്ടില്ല. എന്താണ് എന്നെ പറഞ്ഞോട്ടോ, കരിമീൻ കന്യകാന്ന്. സ്ട്രപ്സിൽസ് എനിക്ക് തരും ഒരെണ്ണം. ഇത് മുട്ടായി രൂപത്തിൽ കൊണ്ടുനടക്കുന്ന കഞ്ചാവാണ്. ഇവിടെ വന്നപ്പോ എല്ലാവർക്കും കുഹു കുഹു ഭയങ്കര ചുമ. അത് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പിയും മരവിപ്പിക്കുന്ന ഒരു എന്താ അമ്മ ശബ്ദം വരില്ലേനി. അനുവിന്റെ മുട്ടയാണത്. ശരി, അപ്പൊ ഇനി ബാക്കി പറയാനുള്ളതൊക്കെ ഒന്ന് പഠിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഷോ കഴിഞ്ഞ് അങ്ങനെ ഇന്ന് വിജയകരമായി ഞങ്ങൾ എത്തി. കേട്ടോ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. എല്ലാരും ഷോ ഓക്കെ ആയിരുന്നു അല്ലേ? ഞങ്ങൾക്ക് അടി കിട്ടിയില്ലേ ഗൈസ്? കിട്ടിക്കാച്ചി പരിപാടിയായിരുന്നു. പൊളിച്ചു ഒന്ന് ഊതും എല്ലാവരും. വേറെ ഊതിപ്പിക്കണത്. സുമ പേടിച്ചു. അതല്ലതാ സുമസുധ വരുന്നില്ലേ? ഇതിവിടെ ആയതുകൊണ്ടാ. വരുന്നുണ്ട്. ഇറ്റ്സ് വെരി തണുപ്പ്. ഇനിതേ ഞങ്ങൾ കയറി വില്ലയില് കയറി സുഖമായിട്ടൊരു കുളി പാസ്സാക്കി. ഒരു ഉറക്കം വീഡിയോ ആണ്. ഇതാണ് മിസ്റ്റർ എവി പൊയ്ക്കാട്ടിൽ. അതേത് കാടാത്? അടച്ച് പിണ്ട വെച്ചു തന്നെ. ഇനി അതെ, മുടിയൊക്കെ കെട്ടി വെച്ച് കണ്ടോ, ആർട്ടിസ്റ്റ് ഒക്കെ മാറി. ഇനി എല്ലാരും ഫ്രഷ് ആവട്ടെ. തങ്കു എന്താ കഴിക്കണേ? ഞാൻ പോയി പറയട്ടെ, സ്റ്റാർ മാജിക്കൽ ഏഷ്യനെറ്റിന്റെ കാര്യം ആലോചിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരാളും ആകെ നമ്മുടെ മാനത്ത് പറക്കണ കാക്ക മാത്രമുണ്ട്. എനിക്ക് തരും ഒരു ഏഷ്യനെറ്റ്. ഒരു ഏഷ്യനെറ്റ് എനിക്ക്. അനുക്കുട്ടി ഫാൻസ് തല്ലോ ആവോ? വെളുപ്പിന് 5 മണി. ലെഫ്റ്റ് ലൈൻ എന്നുള്ള സ്ഥലം വേറൊരു വണ്ടി പോവുകയാണ്. വണ്ടി എന്താണെന്ന് അറിയില്ല. കുറേയൊക്കെ 4 വീലുണ്ടെന്ന് എനിക്ക് 4 വീല് മാറ്റുന്നത് എനിക്ക് പരിചയമുള്ളൂ. വണ്ടിയുടെ പേരൊക്കെ വേറെ വ്യത്യാസങ്ങളാണ്. ഒരു വണ്ടിയുടെ പേര് കുര്യാക്കോസ് എന്നല്ല ഞാൻ വായിച്ചത്. അങ്ങനെ പല പല വണ്ടികളുടെ രാവിലെ എല്ലാവരും ലക്ഷ്മി നക്ഷത്രമുണ്ട്. പിന്നെ അയ്യോ അടുത്ത് നമ്മുടെ സ്റ്റീവൻ ദേവസി എടുത്ത് വണ്ടി ഓടിക്കുന്നു. പിന്നെ കിളിഞ്ഞോ പിടിച്ച സംസുള്ള തത്തമ്മയുണ്ട്. ബാക്കിലൊരു കുടിയ സുമേഷ് ഇരിപ്പുണ്ട്. അല്ലല്ല, സുമി ഇരിപ്പുണ്ട്. നമ്മളെ ചേട്ടൻ ഇരിപ്പുണ്ട്. എവിടെ ബനാന? എവിടെ? ഞങ്ങള് കളിയാക്കണതല്ലേ? പുള്ളിയുടെ ബാൻഡിന് ഇട്ടിട്ടുള്ള പേരാണ് ബനാന ബാൻഡ്. അതെ, ബനാന ബാൻഡിലെ പിച്ചോട്ട് ഗായകൻ. നമുക്കൊരു ക്ലിഞ്ഞോ പാട്ടിലേക്ക് പോവാം. തുടങ്ങാം. ഓക്കെ. സ്വരസുധരാജിത നീലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാ പ്രിദന്തം നിഷ്ഠതമാത്രയെ നിർമ്മല സ്നേഹത്തിൽ യദുകുല കാമ്പോജി പ്ലിഞ്ഞു പ്ലിഞ്ഞു സൗണ്ട്സുള്ള തതത്തേ തതത്തേ തതത്തേ. ഓയ്, വയറൊന്ന് ഒതുക്കി പിടിച്ചാൽ നന്നായിരിക്കും.
സുമ സുഖല്ലേ? ആ ശരിയാണല്ലോ, സുമയും ഒരുമിച്ച്. അയ്യോ, കണ്ണിലിങ്ങനെ വെളിച്ചം കയറുന്നു. ഓസ്ട്രേലിയയിലെ സൺ എന്നെ കിസ് ചെയ്തോണ്ടിരിക്കുക. അയ്യോ, കിസ് ചെയ്തു. സുമ എന്ത് പറ്റി? ഭാര്യ കാണുന്ന വിചാരിച്ചിട്ടാണോ? പതിവിലും വിപരീതമായ ഒരു ഒതുക്കം. സുമയുടെ ഭാര്യ അയ്യോ, ഞങ്ങൾ ഉറങ്ങിയിട്ട് ഇല്ല. അതാണ് ആകെ പിച്ചുമ്മയും പറയണ കേട്ടാ. നമ്മുടെ ബനാനയ്ക്ക് ഒരു സീക്രട്ട് പറയാനുണ്ട് തങ്കുവിനെ പറ്റിയിട്ട്. എന്താ? നാട്ടിൽ പോയി കഴിഞ്ഞാൽ കല്യാണമാണ്. തങ്കുവിന്റെ അല്ല, തങ്കുവിന്റെ കൂട്ടുകാരന്റെയോ. എന്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് തരാനുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ മല മറിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ലക്ഷ്മി പറയും ഇനി ഞാനാണ് ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്, നല്ല ഈ ഫ്രെയിം വെച്ചിരിക്കുന്നത് ഞാനത്. ആ പാലത്തിന്റെ പണ്ടേ കൂടെ ഒരു വണ്ടി പോണണ്ട. അടിപൊളി. ഓസ്ട്രേലിയയിൽ വന്നിട്ടാണ് പാലത്തിന്റെ മണ്ടയിലെന്ന് പറയണേ. ഇതൊക്കെ ശരിക്കും വഴി പോലും കാണാൻ പറ്റണില്ല കേട്ടോ. അത്രയും കംപ്ലീറ്റ് എന്താ പറയാ, സ്നോ ഒന്ന് മൂടിയിരിക്കുക. കാണിച്ചരേ, കണ്ടോ, ഒന്നും കാണാനില്ല. സൂപ്പർ. പക്ഷെ ആ മഞ്ഞിന്റെ ഇടയിൽ കൂടെ വണ്ടി ഫ്രണ്ടിൽ പോലെ കൊള്ളാം അല്ലേ? സൂപ്പർ. സണ്ണും ഉണ്ട് കണ്ടോ. എല്ലാരും റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോ ഒരാള് മാത്രം ഔട്ട് ഹൗസ്. സുമേട്ട എനിക്ക് കാണിച്ചു തന്നെ. പാവം വയ്യാത്ത കാലം, കട്ടൻ ചായ. ചോറുണ്ണാം. ചാള വറുത്തത്. കരിപ്പെട്ട് സതീഷ്. ഗുഡ് മോർണിംഗ്. കൊയ്ത്തുകാരിയാണ്. പുല്ലില് അല്ലെങ്കിൽ അടുപ്പിന്റെ അടുത്തൊക്കെ അങ്ങനെ വരുമ്പോഴാണ് വൈബ് വരുന്നത്. പുല്ലി പോയിരുന്ന് മേഞ്ഞ് ഒരു പുൽമിഷ്യൻ വന്നാൽ എന്തോ എവിടെയോ ഒരു ഹുക്കിട്ടുണ്ടോന്നൊരു സംശയം. ഇത് എവിടെന്നെങ്കിലും ഞങ്ങളൊരു ഇവിടെ ആയിരിക്കും, തമിഴ്നാടായിരിക്കും. നെല്ലോ ഗോതമ്പോ അങ്ങനെ എന്താ കാലിന്റെ വേദന മാറിയ തങ്കു? നമ്മുടെ കൂടെ നടക്കുമ്പോ വേദന മാറുന്നില്ല, പക്ഷെ റിലാക്സ് ചെയ്ത് വീഡിയോ കോൾ വരുമ്പോ മാറുന്നുണ്ട്. എനിക്കൊന്ന് മറ്റേ പാട്ടില്ലേ, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന വീഡിയോ തെറാപ്പി എന്നൊരു സംഭവം പുതിയതായിട്ട് തങ്കുവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോ നമ്മള് ഏത് തടിയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഫയർ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ? നിങ്ങൾ എങ്ങോട്ട് പോവാ? അയ്യോ, അപ്പൊ പരിപാടിക്ക് വരുന്നില്ലേ? 4 ലക്ഷത്തിലേക്ക് പോവാ. ആസ് എ ആർട്ടിസ്റ്റ് സ്റ്റേജിലുള്ള അർമാദമാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഗൈസ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അധികാരമില്ലാണ്ട് ചിലപ്പോ ഒന്ന് മുറി കയറും. അത് ഒളി ക്യാമറ വെക്കാനല്ല, അന്തസ്സായിട്ട് ഈ ക്യാമറ കൊണ്ട് നമ്മുടെ വില്ല ടൂർ കാണിക്കാനാണ്. ഓക്കെ 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 ഓക്കെ. ബൈ 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 ഗൈസ്. നന്നായി സൗണ്ട് ചെക്ക് ഒക്കെ ചെയ്തു വരൂ. ബൈ ബനാന. ബൈ. ആ മെയിൻ ആർട്ടിസ്റ്റ് പോയില്ലേ? മെയിൻ ആർട്ടിസ്റ്റ് എന്താ പോവാത്തെ? ഞങ്ങള് ജോലി എടുക്കാൻ മടി. ബൈ. ഇതാണ് നമ്മുടെ വില്ല കേട്ടോ. വില്ലയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, അവരെന്തേ പോവാണ്. ഞാൻ മൊത്തത്തിൽ എന്നിട്ട് ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബൈ ബൈ. പോയി 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 ഗൈസ്. എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോയി ഗൈസ്. ഈ വില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാനപ്പോൾ തുറന്ന് കാണിച്ചു തരാം. അവരവരുടെ പാട്ടിന് പോയി. അപ്പം നമ്മൾ നമ്മുടെ പാട്ടിന് സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നു. ബൈ.
ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വില്ല. ഒരു ചെറിയൊരു ലിവിങ് സ്പേസ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ആ ഒരു സ്പേസ് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിനി പതുക്കെ അകത്തേക്ക് കയറിയിട്ട് I'll show you the room. This is my room. Ta-da! എനിക്ക് നല്ല വെളിച്ചമുള്ള റൂം എന്നെ കിട്ടിയിട്ടാ. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ എൻ്റെ സ്റ്റീമറൊക്കെ വെച്ച് അത് നീറ്റാക്കി ഒരു വിധത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പം ഇത് കാണിക്കാൻ കാരണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും കേട്ടോ. ലൈക്ക് റൂം ടൂറും അതുപോലെ തന്നെ വില്ല ടൂറൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാ. അയ്യോ, ഞാൻ വാഷ്റൂം കാണിച്ചു തന്നില്ല. എൽഷോ ഇത് എൻ്റെ റൂമിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇവിടെയും കണ്ടോ ആ വ്യൂ കണ്ടോ? എന്നെയല്ല, മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ. ഇറ്റ്സ് നൈസ് ആക്ച്വലി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളിനി പുറത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ തങ്കു പറയുക ഒരു സൂപ്പർ. എന്ത് തങ്കു? പാലതല്ല അടിപൊളി, കളർ ചെയ്തേക്കുന്നത് സൂപ്പർ അടിപൊളി. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ് എന്ന് ഞാൻ പേരിട്ട കേട്ടോ. വല്ല പേരുണ്ടോ ഇതിന്? റെയിൻബോ ബ്രിഡ്ജ് അല്ലേ? ഞാൻ പേരിട്ടതാണോ? അയ്യോ, കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളെ നമ്മള് ഫ്രണ്ടിൽ എടുത്തു. തങ്കു സുഖാണോ? സുഖം. ഇങ്ങോട്ട് നോക്കൂ. ഹലോ ഹലോ. ഞാൻ ഓസ്ട്രേലിയയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചോണ്ടിരിക്കുക. അതെ, ആർക്കാണ് എവിടെ ഇടാനെന്ന് അറിയില്ല, മൊത്തം പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. തണുത്തിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇതാ അവിടെ. സമയം പോവാം. ഡാർവിനിലേക്ക് പോവാ. ഡാർവിന്റെ പരിണാമം. അതെ, യെസ്. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. ആദ്യത്തെ ഷോ ഗംഭീരായി, വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ ഷോന് പോവാ. 4 hours ഫ്ലൈ ഉണ്ട് നമുക്ക് കേട്ടോ. 4 hours ഇവിടെ നിന്ന്. ഓക്കേ. ഞാൻ മാത്രം ഫ്ലൈറ്റിൽ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ 2 ചുള്ളൻ ചെക്കന്മാരുടെ കൂടെയാണ് കേട്ടോ. അതുവരെ ഞാൻ എൻജോയ് ചെയ്തിരിക്കുക. ബാക്കിലുള്ളവർ കാണിക്കൂ. ഹലോ തങ്കു. തങ്കു ദേ ഇവിടെ കുറച്ച് പേര്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ നല്ല 2 ചുള്ളൻ ചെക്കന്മാരുടെ കൂടെയാണ്. കൊള്ളാല്ലേ? ആപ്പിള് പോലെ ഇരിക്കണം. ഇവിടെ LKG കുട്ടി കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യണേ തങ്കു? തങ്കു തങ്കു എന്താ ചെയ്യണേ? ഗിംബലൊക്കെ വോക്ക് ചെയ്ത് കാണിക്കൂ. ഇതാണ് എന്റെ ഗിംബൽ. ആ, ഇതിലിങ്ങനെ വെച്ചിട്ട് ആര്? ഞാൻ ആക്ഷൻ എന്ന് പറയാം. ആക്ഷൻ. ഓ മൈ ഗോഡ്, LKG കുട്ടിയാണ് കേട്ടാ. ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തിട്ടേ ഉള്ളൂ. കളിക്കാൻ നിൽക്കുക. നോക്കട്ടെ, ഇനി ഷോട്ടൊന്ന് കാണിച്ചു തരുമോ? ഷോട്ടൊന്ന് കാണിച്ചു തരുമോ? ഷൂട്ട് ചെയ്തത് എൻ്റെ പെട്ടി എടുത്തിട്ട് ഈ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടാ. ആ നോക്കട്ടെ, എന്താ മല മറിച്ചിട്ടുള്ളത് നോക്കട്ടെ. ഞങ്ങളങ്ങനെ ഫൈനലി ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടോ. 4 മണിക്കൂർ. ഇത് ഞാനാണല്ലോ. ഓ വാട്ട് എ മൂമെന്റ്. അത് കണ്ടന്റിന്റെ ഉള്ളിലെ ഒരു കണ്ടന്റ്. ഓ, ഇത് മൂവിയാണ്, മൊത്തം പെട്ടിയാണ് കേട്ടോ. ആസ്വദിക്കുന്ന പിന്നെ അനൂപ് ജോൺ കേൾക്കണ്ട. അപ്പൊ അങ്ങനെ അയ്യോ, ഞങ്ങളിതാ ഇവിടെ ഹോട്ടലിൽ വന്നിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. നീണ്ട 4 മണിക്കൂർ ഫ്ലൈ കഴിഞ്ഞ് ഡാർവിനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നാളെയാണ് ഷോ. ഇപ്പം ഇവിടെ 2 മണിയായി. മൂക്ക് ചീറ്റുന്ന ശബ്ദം സുമിച്ചേച്ചി. കോൾഡാണ് ഗൈസ്, കോൾഡാ. 7 ഡിഗ്രി 8 ഡിഗ്രി തണുപ്പിൽ നിന്നും വീണ്ടും നമ്മൾ 28 ഡിഗ്രിയുള്ള ഡാർവിനിലേക്ക് എത്തിയിരിക്കുകയാണ്. മെൽബണിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ ആക്ച്വലി നല്ല ചൂടാ. തങ്കുവും ചൂടില്ല. തങ്കുവിന്റെ ഗേൾഫ്രണ്ട് വിളിക്കാത്ത കാരണം ചൂടില്ല. തങ്കുവിന് പരിപാടിക്ക് പേയ്മെന്റ് ഇല്ല എന്നുള്ളത് എഴുതി മേടിച്ചു. അപ്പോഴേ ഐ എം ഡൺ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്?
എത്രത്തോളം ക്ലിയർ ആവുണ്ടാവും എന്നറിയില്ല. ഇവിടെ ഒരു 5 ആയപ്പോഴേക്കും കണ്ടോ ഇരുട്ടായി തുടങ്ങി. സോ ബാക്കി നീ ഷോന് പോയിട്ട് കാണിച്ചു തരാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ ലാസ്റ്റ് ഷോ. ഞാൻ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ നിന്നാണ് ഇതുപോലെ നെല്ലിക്ക മേടിക്കാറ്. പക്ഷേ ഇവിടെ ഡാർവിനിൽ നമ്മൾ പൊട്ടിച്ചെടുത്ത ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ടൈം ഉണ്ടായില്ല. കണ്ടപ്പോ കരിമ്പന്തോട്ടത്തിൽ കയറിയ പോലെ ഫ്രഷ് 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 ഫ്രഷ്. ഇത് ബിന്ദു ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുള്ളിയുടെ വൈഫ് അതിന് 2 ഇസ്കീന്നാണ് കേട്ടോ. ഫ്രഷ് കഴിക്കണ കാണിച്ചു തന്നല്ലോ. ഡയലോഗല്ല, ശരിക്കും ഇഷ്ടമാണ്. അടിപൊളി. ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഫ്രഷ്. തങ്കു ആർക്കാ ടാറ്റ കൊടുക്കണേ വീഡിയോ കോളില്? നമ്മള് പോവല്ലേ പ്രോഗ്രാമിന്? ഷർട്ടൊക്കെ ഇടുക്കിയിട്ടുണ്ടല്ലോ. പ്രോഗ്രാമിന് പോവല്ലേ? ഇന്ന് എന്താ മറിയടമ്മയുടെ ആണോ? എന്താ ഫ്രഷ് ആയിട്ട് എടുക്കാനുള്ളത്? ഏതാ ശരി, അപ്പൊ ഞങ്ങൾ റെഡിയാണ്. You guys are simply superb and amazing. മനസ്സിൽ തട്ടിട്ട് പറയാണ്. നമ്മുടെ മൈക്ക് പിടിച്ചിട്ട് നുണ പറയില്ല. മൈക്കാണല്ലോ നമ്മുടെ ഞം അന്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം അത്രയും ജെന്യുവൻ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു പരിപാടി നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് നിങ്ങളുടെ ഫേസിൽ ആ ഒരു ചിരി ഉണ്ടല്ലോ. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴെല്ലാം അത് ഉടനീളമുണ്ട്. സോ നമുക്കും അത് ഡബിൾ ആയിട്ട് നമുക്കും പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തങ്കുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ LKG കുട്ടികൾക്ക് വരെ പ്രായഭേദമന്യേ തങ്കുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അല്ലേ? ഗൈസ്, ഞാൻ നല്ല പോസ്റ്റാണ് ഗൈസ്. ഞാൻ മാത്രം നേരത്തെ ഡ്രസ്സ് ചെയ്തിട്ട് തങ്കു ഇങ്ങനെ തെരപ്പാര നടക്കുന്നു. അതുപോലെ തന്നെ സുമ അങ്ങട് നടക്കുന്നു. ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല. തങ്കുവിന്റെ കാലിന് ചെറിയൊരു വയ്യായി ഉണ്ട് കേട്ടോ. തലയ്ക്ക് ഓൾറെഡി വയ്യ, കാലിന് വയ്യായി ഉള്ളതുകൊണ്ടാണ് എടുത്ത് കയറ്റണേ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കും കൂടെ കയറാം. യെസ്, എണ്ണ നോക്കട്ടെ. 1 2 3 4 ദേ അവിടെ വഴുതിട്ട് കിടക്കണ്ട്. സുമ ഒരു അനുസരണയില്ല. ഗൈസ്, ഞങ്ങള് ഹിൽസ് വില്ലയിൽ വന്നിരിക്കുകയാണ്. ആരെ കാണാനാ? കങ്കാരുവിനെ കാണാൻ കേട്ടോ. ഇവിടെ കുറേ ഷോസ് ഉണ്ട്. ആദ്യം നമ്മള് ബേർഡ്സ് ഷോ കാണാൻ വേണ്ടി പോകും. ഇത് ആക്ച്വലി ഓസ്ട്രേലിയ ആണ് കേട്ടോ. നിങ്ങളത് എതിരാന്ന് വിചാരിക്കരുത്. ഇത് ഓസ്ട്രേലിയ ആണ്. എവിടെയോ മതില് ചാടാൻ പോയപ്പോ ആരോ തല്ലി ഓടിച്ചതല്ലേ? സത്യം പറയും. പിന്നെ ശരിക്കും രജനീകാന്തിന്റെ ഒരു ചായ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ. ഈ വെതർ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ലൈക്ക് അത്ര തണുപ്പാണ്. കിടുകിടാ വിറക്കണ തണുപ്പും കാറ്റും. മരത്തിന്റെ കൂടെ റോക്കറ്റ്. ആ അതെ, മരത്തിന്റെ കൂടെ റോക്കറ്റ്.
തുടങ്ങി ഷോ തുടങ്ങി Bye. So we were anticipating that from him, which is absolutely fine. We're getting him, but even the smaller species of cockatoos, we do have other techniques to ഇവര് പറയണേനൊക്കെ കൗണ്ടറടിച്ചോണ്ടിരിക്കട്ടാ. easy for him to understand what I'm actually. എന്താണ് മതപ്രസംഗം കേൾക്കാനാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇതാണോ തങ്കുവിന്റെ യൂട്യൂബ് ചാനല്? ഇതാണ് ലൈക്ക് കോവാല എന്നൊക്കെ പറയും. ഫുൾ ടൈം ഉറക്ക. യൂക്കാലിപ്സിന്റെ ഇലയാണ് കഴിക്കുക. അത് കഴിച്ച് അപ്പൊ തന്നെ ഉറക്കം സ്റ്റാർട്ട് ചെയ്യും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ വീണ്ടും കഴിക്കും, വീണ്ടും ഉറങ്ങും. എന്റെ ആരോ ആയിട്ട് വരും തോന്നുന്നു. തങ്കുവിന്റെ കങ്കാരു കേട്ടോ, കുഞ്ഞി കങ്കാരു അല്ലേ? രണ്ട് യൂട്യൂബ് ചാനലുകൾ തമ്മിലുള്ള ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ സ്റ്റോറീസിലേക്കാണ് ഇത്. സ്റ്റോറീസിലേക്ക് അവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എടോ, യൂട്യൂബിന് ഇങ്ങനെയല്ല പ്രൊപ്പോഷൻ, തിരിച്ചു പിടിക്കണം. യൂട്യൂബ് എടുക്കുമ്പോ നമ്മൾ ഇങ്ങനെ തിരിച്ചു പിടിക്കണം അല്ലേ? ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇതിലൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് കേരളത്തിലുള്ള ഈ രസം ഈ പറയുന്ന പോലെ കേരളത്തിലുള്ള യമുനെ കണ്ടപ്പോ എടുത്തു ചാടി അവിടെ സമയം കളയുകയും ഈ കങ്കാരനെ കണ്ടപ്പോ ഫോണിലെ സ്പേസ് തീരുകയും ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടിച്ചതാണ് എല്ലാം തെറ്റിപ്പോടും. ഇവരെ ഞാൻ തങ്കു, അത് കങ്കു. ഈ കങ്കാര് ചോദിക്കാണ് ഈ തങ്കു ആയിരുന്നു. ചോദിക്കുന്നത് തങ്കു ആയിരുന്നു. അങ്ങനെ കുങ്കാരുവിനെയും, അതായത് തങ്കുവിന്റെ കങ്കാരുവിനെയും കണ്ടു. പക്ഷെ കങ്കാരു ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, കാരണം വലിയ മൈൻഡില്ല. വൈറ്റ് കളർ കങ്കാരു അതെന്താ ചെയ്തോണ്ടിരിക്കണേ? ബേബി പണിക്ക് പോയി, രാത്രി പാപ്പോട്ട് വരും. അടുത്ത യൂട്യൂബ് ചാനൽ ഹൈ രസം സ്റ്റോറീസ്. വന്നില്ല ഒന്ന് ജമ്പ് ചെയ്ത് കാണിക്കോ? കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം എന്നുള്ളത്, ഇതിൽ ഏത് കളർ വെള്ളം വേണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ. നമുക്ക് അവരോട് ചോദിക്കാം. കട്ടൻ ചായ ഇതാണ് ടാങ്ക് ബിയർ. അതായത് ടാങ്ക് ബിയർ അല്ല, ബിയർ സൂക്ഷിക്കുന്ന ടാങ്ക്. നമ്മുടെ നാട്ടിലെ പെട്രോൾ സൂക്ഷിക്കില്ല എന്ന് പറയുന്നത് ബിയർ ടാങ്ക്. ഇതോ? ഇത് ബട്ട് എനിക്ക് ഉപയോഗമില്ല. ഒരു ബട്ട് കാര്യമാണ് അത്. നമ്മൾ നാടോടുമ്പോ അല്ലേ, ഓസ്ട്രേലിയയിൽ വന്നിട്ട് മൊത്തം ഇംഗ്ലീഷാ. ഉപയോഗമില്ല എന്ന് പറയാൻ കാരണം സത്യം, ഇത് ബിയർ മാത്രല്ല ഒന്നും കഴിക്കില്ല കേട്ടോ. ഓൺലി കട്ടൻ ചായ, കട്ടൻ കാപ്പി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കുടിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഒരു ദിവസം ഞാൻ 2300 ചായ ഉണ്ട്. തങ്കു കഴിക്കില്ല കേട്ടോ, ഞാനും കഴിക്കില്ല. പക്ഷെ ഇടയ്ക്ക് ചിലർ
നമ്മളടുത്ത് ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് ചില ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞിട്ടല്ലത്, ഞങ്ങൾ നിരപരാധികളാണ്. ഈ ബിയർ കംപ്ലീറ്റ്ലി ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി എന്താ പറഞ്ഞേ? ഒരാഴ്ച നിർത്തി അവൻ കംപ്ലീറ്റ് അടിച്ച് തീർക്കും. ആക്ച്വലി ഇവിടെ ലൈക്ക് റെസ്റ്റോ ബാർ ആണ്, റെസ്റ്റോറന്റ് പ്ലസ് ഒരു ബാർ ആംബിയൻസ്. ഒരു കാലിച്ചായിട്ടല്ല മാർക്കുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, മലയാളത്തിൽ ചോദിക്കാം. എന്നാ വാ തങ്കു, ചോദിച്ചിട്ട് വരാം. ഞാനിതിലില്ല, നമ്മളില്ലേ. സുമയ്ക്ക് കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ. സുമ എന്താ തീരുമാനം? ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് എന്താ ഫുഡ് കഴിച്ചൂടെ ഇവിടെ ഇരുന്നിട്ട്? അല്ലേ, കഴിക്കേണ്ടവരെന്താ കഴിച്ചോട്ടെ, നമുക്കിരിക്കാം. തങ്കു ഗുഡ് ബോയ്. തങ്കു ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സാധാ വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്കു ചായയിൽ മധുരില്ല എന്ന് അവരോട് പറഞ്ഞപ്പോഴേക്കും അവര് കൊണ്ടു തന്നു അല്ലേ? ആ, പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരും. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിലല്ല പറഞ്ഞു, അത് അവർ വേറെ സ്പെയിനാണ്, സ്പാനിഷാണ്. എനിക്ക് കുറച്ച് ഭാഷകളൊക്കെ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് അത് ഞാൻ പറഞ്ഞു, അവർക്ക് മനസ്സിലാക്കി അവർ കൊണ്ടുതന്നു. പിന്നെ എന്തോ പറഞ്ഞല്ലോ, എപ്പിസോഡിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. എപ്പിസോഡിന് മാത്രം വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ. മൈ ക്വാളിഫിക്കേഷൻ അല്ല, തങ്കു എൻ്റെ അടുത്ത് പറഞ്ഞേ എപ്പിസോഡിന് മാത്രം വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാ, എൻ്റെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നു. ആ എന്താ? അത് ഞാൻ പുറത്ത് പറയില്ല, കാരണം ഞാൻ അത് പറയാത്തെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഞെട്ടും ആ ക്വാളിഫിക്കേഷൻ. തങ്കുവിന്റെ ക്വാളിഫിക്കേഷൻ കേട്ടാ ഞാൻ ഞെട്ടോ? എന്നാ ഞാൻ ഞെട്ടാ റെഡിയാ. എന്താണോ താ സീരിയലായിട്ട് വലിക്കണേ? ഒന്ന് വേഗം പറ. അത് ആ സത്യം എന്നോടൊപ്പം മണ്ണിലരിഞ്ഞില്ലതാവും, അതിലായിരിക്കും എൻ്റെ സുരക്ഷ. വലിയ കാര്യത്തിൽ എന്നെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞതാ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ എപ്പിസോഡിന് മാത്രം വേണ്ടി പറയാണ്ടിരിക്കുക. നമ്മളിവിടെ കൊണ്ടുപോയി നമ്മുടെ സ്കൂളായിട്ടൊരു ബന്ധമില്ല. പലരും ചേട്ടനെ സ്വാധീനിക്കും, ഒന്നും പറയില്ല. ജീവിതമാർഗം ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല കേട്ടോ, ലൈക്ക് ഇവിടുത്തെ ലൈക്ക് ഒരു ഇത് സ്റ്റാർട്ട്. ഞാൻ പറയാം, തായ് ഫുഡാണ്. വീട്ടില് തായ് ഫുഡോ? തായ് ഫുഡ്. പിന്നെ അവിടെ തൈക്കളി വരും, വന്നിട്ട് ഇതുപോലെ താ വെച്ചിട്ടുള്ള താഴെ ഒരു കടയുണ്ടല്ലോ, നമ്മൾ വീഡിയോ ഉണ്ടല്ലോ, താഴെ ഒരു കടയിൽ ആദ്യം ചായ കുടിക്കുന്നു, അതിന് താഴെ ഫുഡ്. ഓക്കെ, 6 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. താഴെ പോയി തായ് ഫുഡ്, എന്നിട്ട് രസമാണല്ലോ, ഒരു ഫണ്ണാ. ഇതൊക്കെ തന്നെയാണ് കൂടുതൽ സോസും കാര്യങ്ങളും, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുഡ്. അപ്പൊ അത് ഇത് കണ്ടപ്പോ എനിക്ക് പറ്റിയ അത്ഭുതം. നാച്ചോസും സ്റ്റേക്ക് ഒക്കെയാണ് സ്ഥിരം കഴിക്കണേ അല്ലേ വിദുരയില്? എന്താ കേട്ടില്ല? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ലക്ഷ്മിയാണ് നമ്മുടെ സ്റ്റാർ മാജിക് ഇത്രയും നിലവാരത്തിൽ എത്തിക്കാനും അതുപോലെ നമ്മുടെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും പ്രാധാന്യം നൽകി ആങ്കർ ചെയ്യുന്ന ഒരു ബന്ധമില്ലല്ലേ? അതെ, ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല കേട്ടോ. എന്താ സുമേത്? ഞാൻ പറയിപ്പിച്ചല്ല. ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനൽ. ഇത് മെൽബൺ സ്റ്റേഡിയം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓസ്ട്രേലിയൻകാരുടെ ക്രിക്കറ്റ് ലൈവായിട്ട് കണ്ട സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് വന്നത് ഞാനും നമ്മുടെ സുമയും കൂടെ ആയിട്ടാണ് വന്നത്. പക്ഷെ അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം അവൻ നല്ല ഉറക്കമല്ല അങ്ങനെയൊക്കെ. ഗൈസ്, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഇവിടെ വരുമ്പോൾ എൻ്റെ ഫോണിലല്ലേ ഞാൻ എടുക്കേണ്ടത്. പക്ഷെ എൻ്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി.
അപ്പം ഞാൻ വേറെ ആൾക്ക് വേണ്ടിയാണ് ഇത് എടുത്തു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഗതിയുടെ ഒന്ന് ആലോചിച്ചോളി. മേളിൽ കൂടെ ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ അപ്പുറത്ത് കുറേ ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങളിവിടെയാണ് ക്രിക്കറ്റ് കാണാൻ വേണ്ടി വന്നത്. വണ്ടി മൂവ് ചെയ്തിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന ആളുടെ പേര് സ്പൾബർ. സ്പൾബറും ഉണ്ട്, സ്പൾബറിൻ്റെ മകനും ഉണ്ട്. ഏതൻ എന്നാണ് മകൻ്റെ പേര്. സിറ്റിയുടെ ഒത്ത നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞായിരുന്നേ. പക്ഷേ മഴ ഇങ്ങനെ തുള്ളിയായിട്ട് ഗ്ലാസ്സിൽ വീണ് കിടക്കുന്നുണ്ടോ മഴ കൂടെ. പക്ഷേ മഴ പെയ്താൽ ഞാൻ നനയും കേട്ടോ. ഓസ്ട്രേലിയ മഴ നനഞ്ഞിട്ട് കുറേ നാളായി. അങ്ങനെ മെൽബൺ സിറ്റിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. അതിൻ്റെ കൂടെ നല്ല മഴയും പെയ്യുന്നുണ്ട്. അയ്യോ, ഗ്ലാസ്സിൽ മഴയൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര തണുപ്പാണേ. സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കബിൾ. അവിടെ ഫോട്ടോഷൂട്ടാണ്. സുമതി അവിടെ ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ടിരിക്കണം. ഷീനു അവിടെ ഉണ്ട്. തങ്കു എവിടെ? തങ്കു ദേ അവിടെ നിന്ന് വരുന്നുണ്ട്. സോ നമ്മളിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പറയണ്ട? അപ്പോൾ ഞങ്ങളിനി എന്തൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. അതെ. അതായത് ഇത് ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ഇത് വരിക. പക്ഷെ തങ്കുവിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യുക. രസം സ്റ്റോറീസ്, RASAM രസം. സാമ്പാർ പോലെ രസമില്ലേ? നല്ല രസമാണ് ആ യൂട്യൂബ് ചാനലില് അല്ലേ? രസം സ്റ്റോറീസ് കാണാൻ മറക്കണ്ട കേട്ടോ. തങ്കു സന്തോഷത്തിലാ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ലൈക്ക് അടിപൊളി. ഇനി നിങ്ങൾ വിചാരിക്കണ്ട അല്പം എന്താ അർദ്ധരാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണേന്ന്. ഫോട്ടോഷൂട്ടായിരുന്നു, അതിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഭയങ്കര തണുപ്പ്. അസുഖം വരുമോ? ഗൈസ് വീണ്ടും പറയാണ് കേട്ടോ, കൂളിംഗ് ഗ്ലാസ് വെച്ചൊന്ന് വിചാരിച്ച് നിങ്ങൾ കളിയാക്കരുത്. ഇവിടെ സമയം മണി 4 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഇരുട്ടായത് കേട്ടോ. ഗൈസ് ജാക്കറ്റ് സെയിം ആണെങ്കിലും നമ്മുടെ വീഡിയോന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് കേട്ടോ. വി ആർ സേയിങ് ബൈ ടു മെൽബൺ. സോ നേരത്തെ വൈബൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയായി. സോ നമ്മൾ ബൈ പറയുമ്പോൾ അവിടെ രസം സ്റ്റോറീസ് എടുത്തുകൊണ്ടിരിക്കുക. ആ ലിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പരിപാടിയൊക്കെ ഗംഭീരായി. 3 സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവരുടെ പേരൊന്നും കൂടെ ഉയർത്തി കൊടുത്തിട്ടുണ്ട്. സോ ദേ ആർ വെരി ഹാപ്പി. അതിലുപരി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു രവി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇവിടെ കൈയുടെ താങ്ക് യു സുല്ലേട്ടാ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ലിഫ്റ്റ് വന്നു, ബാക്കി ഇനി അവിടെ പോയിട്ട്